യെസ്. 33-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അതിൽ അർജുനോട് ഭഗവാൻ പറയുന്ന ഇതാണ്: അർജുന, പലതരം ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ദേവതയെ ആരാധിക്കുന്നുണ്ട്. ദേവതയെ ആരാധിക്കുന്ന രൂപത്തില് അങ്ങനെയുള്ള കുറെ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ദ്രവ്യയജ്ഞം. അപ്പൊ അങ്ങനെയുള്ള യജ്ഞത്തെ അപേക്ഷിച്ച് സത്യം എന്താന്നുള്ള ബോധത്തോടുകൂടി, വസ്തു എന്താണ്, ഉള്ളത് എന്താണ്, ആ ബോധത്തോടുകൂടി, സത്യബോധത്തോടുകൂടി ജ്ഞാനാഭ്യാസം ചെയ്ത് എല്ലാ കർമ്മങ്ങളെയും യജ്ഞമാക്കി മാറ്റുന്നതിന് ജ്ഞാനയജ്ഞം എന്ന് പറയും. അപ്പൊ ഈ ജ്ഞാനയജ്ഞം വളരെ വേഗത്തില് മോക്ഷത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്, മോക്ഷത്തിലേക്ക് അടുപ്പിക്കാൻ കഴിവുള്ളതാണ്. എന്നിട്ട് പറയുന്ന അർജുനോട് പറയുന്ന എല്ലാ കർമ്മങ്ങളും വാസനയോടുകൂടി ജ്ഞാനത്തിൽ അവസാനിക്കുന്നു, ലയിച്ചു ചേരുന്നു, കട്ടടങ്ങാണ് എന്നാണ് പറയുന്നത്. ജ്ഞാനത്തില് എല്ലാ കർമ്മങ്ങളും, അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ ജ്ഞാനാഭ്യാസം, ജ്ഞാനമാണ് പ്രധാനം എന്ന് പറയുകയാണത്. ഇനി അപ്പൊ ഈ ജ്ഞാനം കൊണ്ടാണ് ഇത് കർമ്മമൊക്കെ അവസാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോ രാഗദ്വേഷങ്ങൾ, ഈ രാഗദ്വേഷങ്ങൾ കുറഞ്ഞ് ആ ആത്മബോധം അല്ലെങ്കിൽ ആത്മവസ്തു, ആ സത്യവസ്തു അനുഭവിച്ചറിയുന്നതോടുകൂടി വാസനകളൊക്കെ പൂർണ്ണമായിട്ടും അവസാനിക്കും, ഒടുങ്ങും എന്നാണ്. കർമ്മവിമുക്തി സാധിക്കും, അത് അനുഭവിക്കാൻ പറ്റും. അപ്പൊ പൂർണ്ണമായും കർമ്മവിമുക്തി അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് എന്തൊക്കെ കർമ്മം ചെയ്താലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അനുഭവം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൽ കർമ്മമെല്ലാം അവസാനിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇനി ഈ കർമ്മത്തെ മുഴുവൻ നീക്കി ശരീരം കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മ വിമുക്തി അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജ്ഞാനം എങ്ങനെ നേടാം എന്നൊരു സംശയം വരാം. അപ്പൊ ആർക്കാണ് ആ ജ്ഞാനം തരാനായിട്ട് സാധിക്കുക? അപ്പൊ അതിന് മറുപടിയാണ് ഭഗവാൻ 34-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞിരുന്നത്. 34-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. അടുത്ത ശ്ലോകത്തിൽ പറയാം: തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. അപ്പൊ ഈ ജ്ഞാനം, തദ് എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം എങ്ങനെയാണ് നേടാൻ സാധിക്കുക എന്നാണ് ചോദിച്ചത്, അല്ലെ? അപ്പൊ ഈ ഒരു ജ്ഞാനം എങ്ങനെ നേടാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കണം എന്നാണ് പറയുന്നത്. ഒരു ഗുരുവിനെ കണ്ടെത്തണം എന്നർത്ഥം. ഒരു ഗുരു വേണം, ഗുരുമുഖത്ത് നിന്ന് വേണം ഈ ജ്ഞാനം ശ്രവിക്കാൻ. അപ്പോ ഗുരുപാദത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുക, എന്നിട്ടോ സമയവും സന്ദർഭമൊക്കെ നോക്കി ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുക, തത്വപരങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെയോ ഗുരുവിനെ ശുശ്രൂഷിക്കുക. അങ്ങനെയൊക്കെ ഗുരുവിനെ സന്തോഷിപ്പിച്ചിട്ട്, ഗുരുവിനെ പ്രസാദിപ്പിച്ചിട്ട് വേണം ഈ ജ്ഞാനം സ്വീകരിക്കുക എന്ന് പറയാം. അങ്ങനെയാണ് ഇത് അറിയേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സത്യം എന്താണ്, തത്വം എന്താണ് എന്ന് സാക്ഷാത്കരിച്ചറിഞ്ഞ സത്യനിഷ്ഠന്മാര് അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠന്മാര്, അവര് ഈ സത്യം എന്താണെന്ന് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് പറയുന്ന അർജുനോട്. അത് നിനക്ക് ഉപദേശിച്ചു തരും. ജ്ഞാന തത്വദർശിനഃ. അപ്പൊ ഈ തത്വം, ഈ സത്യം ആർക്കാണ് ഉപദേശിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് ഇത് സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്ന സത്യനിഷ്ഠന്മാർക്ക് അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠന്മാർക്ക് മാത്രമാണ് ഇത് വേറൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. കാരണം അനുഭവിച്ചറിയണം, അനുഭവത്തിന്റെ തലത്തിൽ ഉണ്ടാവണം. ഈ സത്യം എന്താണെന്ന് അനുഭവിച്ച ജ്ഞാനികൾക്ക് മാത്രമേ വേറൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പരോക്ഷ ജ്ഞാനം എന്ന് പറയും, പിന്നൊന്ന് അപരോക്ഷ ജ്ഞാനം. അപ്പൊ പരോക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ കേട്ടു, സത്യം എന്താന്ന് കേട്ടു, പിന്നെ അത് നമ്മൾ യുക്തി ഉപയോഗിച്ച് വിചാരം ചെയ്യണം, അല്ലെ? നമ്മളെ ബുദ്ധിപൂർവ്വം നമ്മൾ വിചാരം ചെയ്ത് എന്നിട്ട് ബുദ്ധിക്ക് ഉണ്ടാകുന്ന ഒരു ഉറപ്പ്, വസ്തുബോധം, അതിന് പരോക്ഷ ജ്ഞാനം എന്നാണ്. ബുദ്ധിയുടെ തലത്തിൽ അത് അറിഞ്ഞു, ഇതാണ് സത്യം. ബുദ്ധിയുടെ തലത്തിൽ ഉറപ്പുണ്ട്, ഇവിടെ വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൽ നിന്നാണ് മറ്റെല്ലാം ഉള്ളതായിട്ട് തോന്നുന്നത്. അതൊക്കെ ബുദ്ധിയുടെ തലത്തിൽ തെളിഞ്ഞു. ഈ ജ്ഞാനത്തിന് പരോക്ഷ ജ്ഞാനം എന്ന് പറയും. ഇനി അപരോക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആ ബുദ്ധിയുടെ തലത്തിൽ ഇരുന്ന് പരോക്ഷ ജ്ഞാനം ആദ്യം ഉണ്ടായി,
പിന്നെ അതിനെ വിചാരം ചെയ്ത് മനനം ചെയ്ത് ആ സത്യത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നതിന് അപരോക്ഷ ജ്ഞാനം എന്ന് പറയും. നേരിട്ടുള്ള അനുഭവം. അപ്പൊ ഇവിടെ ദർശിയായ ജ്ഞാനി എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആരെ ഉദ്ദേശിച്ചായിരിക്കും? അപരോക്ഷ ജ്ഞാനിയാണ്, നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ജ്ഞാനിയെ ഉദ്ദേശിച്ചാണ് പറയണതെന്നാണ്. അപ്പോ ഈ സത്യം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. നേരത്തെ പറഞ്ഞു അല്ലെ, തത്വം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണ്. മനസ്സിനും അതീതമാണ് ഈ പരമമായ സത്യം. അപ്പോ വാക്കുകൾക്കും മനസ്സിനും ഒക്കെ അതീതമായ ഈ സത്യം, ഈ സത്യം അറിയണം എന്ന ആഗ്രഹമുള്ള ഒരു ജിജ്ഞാസുവിന്, സത്യാന്വേഷിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എത്ര സമർത്ഥനാണെങ്കിലും ഒരു പരോക്ഷജ്ഞാനിക്ക് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ തലത്തിൽ മാത്രം ഈ സത്യം മനസ്സിലാക്കിയ ഒരാൾക്ക്, അയാൾ എത്ര കേമനായാലും വേറൊരാൾക്ക് ഈ അനുഭവം പകർന്നു കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അനുഭവം പറഞ്ഞു കൊടുക്കുന്ന ആർക്കാ സാധിക്കുക? ഈ സത്യം സാക്ഷാത്കരിച്ച ആളുകൾക്ക് മാത്രം, അത് അനുഭവിച്ചറിഞ്ഞ ആൾക്ക് മാത്രമേ വേറൊരാൾക്ക് ഉപദേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ സത്യം എന്താണെന്ന് വ്യക്തമായി ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ആരെയാണ് സമീപിക്കേണ്ടത്? ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ തന്നെ സമീപിക്കണം എന്നാണ്. ഗുരു ബ്രഹ്മനിഷ്ഠനായിരിക്കണം. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആ സത്യാനുഭവം നേടിയ ഒരു ഗുരുവിനെ തന്നെ സമീപിക്കണം. എന്നിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ്. അപ്പൊ വെറുതെ ആ ഗുരുവിനെ സമീപിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെന്ത് വേണം? ഗുരുവിനെ സമീപിച്ച് പാദങ്ങളിൽ നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. പാദങ്ങളിൽ നമസ്കരിക്കണം. ഗുരുപാദങ്ങളിൽ നമസ്കരിച്ച് ഗുരുവിനെ ശുശ്രൂഷിക്കണം. എന്നിട്ട് ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയവും സന്ദർഭമൊക്കെ നോക്കി, അവസരം നോക്കി ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ വേണം ഉപദേശം സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേട്ടോ എല്ലാവരും? നമ്മൾ ഈ വക പണിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൃപ കൊണ്ട് ഈ ജ്ഞാനം ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കുകയാണ് ഗുരുദേവ്. ഇല്ല, ശരിയല്ല? ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഗുരുവിനെ നമസ്കരിച്ച് ശുശ്രൂഷിച്ച് സമയ സന്ദർഭമൊക്കെ നോക്കി സംശയങ്ങൾ ചോദിക്കണം. അങ്ങനെയാണ് ഉപദേശം തേടേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഈ നമസ്കരിക്കലും ശുശ്രൂഷയൊക്കെ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുസേവയൊക്കെ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്റെ ഈ ജ്ഞാനത്തിന് അർഹത തെളിയിക്കാനുള്ള മാർഗങ്ങളാണ് അതൊക്കെ. മനസ്സിലായി? ഗുരുവിനെ ബോധ്യപ്പെടണം ഈ ശിഷ്യൻ അർഹനാണ്, ഈ ജ്ഞാനത്തിന് യോഗ്യനാണെന്ന് ഗുരുവിനെ ബോധ്യപ്പെടണം. അപ്പൊ അതിനാണ് നമസ്കരിക്കൽ. കാരണം വിനയം വേണം, ഗുരുവിന്റെ മുന്നിൽ സേവ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അപ്പൊ വിനയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മെച്യൂർ ആയിട്ടില്ല എന്നാണ് അർത്ഥം. പാകത വന്നില്ല, ജ്ഞാനത്തിന് പാകത വന്നിട്ടില്ല എന്നാണ്. അപ്പൊ വിനയമില്ലാത്ത ഒരാൾക്ക്, മെച്യൂർഡ് അല്ലാത്ത ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റിയതല്ല ബ്രഹ്മജ്ഞാനം. അത് വളരെ ഉയർന്ന ജ്ഞാനമാണ് എന്ന് പറയും. അപ്പൊ ഇവിടെയാണെങ്കിൽ പക്ഷെ ഭഗവാൻ അർജുനൻ ആൾറെഡി ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ പറഞ്ഞതിലൊക്കെ എന്താ കാര്യം? അല്ലെ, അർജുനന് ഇങ്ങനെ നമസ്കരിക്കലൊന്നും ഇല്ലാതെ തന്നെ ഭഗവാൻ അർജുനന് ഫ്രീ ആയിട്ട് ഈ ജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഭഗവാൻ പറയുന്നു ഈ ജ്ഞാനം എങ്ങനെയാണ് നേടേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ ശുശ്രൂഷിക്കണം, പാദ നമസ്കാരം ചെയ്യണം, എന്നിട്ട് അവസരം നോക്കിയിട്ട് വേണം ചോദ്യം ചോദിക്കാൻ എന്നൊക്കെയാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ അർജുനൻ ഈ ജ്ഞാനം കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ. അപ്പൊ പിന്നെ ഇതിന് എന്താണ് അർത്ഥം? സംശയം തോന്നാം അല്ലെ? പക്ഷെ ഇവിടെ അർജുനൻ ശിഷ്യത്വം സ്വീകരിച്ചു ആദ്യം, എന്നിട്ട് ഉപദേശം കേൾക്കുന്നുണ്ട്. പക്ഷെ അർജുനനെ സംബന്ധിച്ച് ഗുരുവിന്റെ മാഹാത്മ്യം പൂർണ്ണമായിട്ട് അർജുനൻ ഇനി മനസ്സിലായിട്ടില്ല. ഗുരു ആരാണ്, ഗുരുവിന്റെ മഹത്വം എന്താന്നുള്ള അർജുനൻ ഇനിയും മനസ്സിലായിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ ആ ബ്രഹ്മബോധം വ്യക്തമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മെച്യൂരിറ്റിയും അർജുനന് വന്നിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാണ് സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞാൽ ഒരു ഗുരു ശിഷ്യ ബന്ധം അതുണ്ടാവുന്ന സമയത്ത് ഇപ്പൊ ഉപദേശിച്ചുള്ള ജ്ഞാനം അർജുനൻ ആ സമയത്ത് വ്യക്തമായി ഗ്രഹിക്കാൻ പറ്റും എന്നാണ്. അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചതാണ്. അർജുനൻ ഇപ്പൊ കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, ഭഗവാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലാവും വേറൊരു സ്റ്റേജ് വരുമ്പോ, ആ ഗുരു ശിഷ്യ ബന്ധം സ്ട്രോങ് ആവുന്ന സമയത്ത് അത് രൂപപ്പെടുമ്പോഴാണ് ഈ ഉപദേശിച്ചു കൊടുത്ത ജ്ഞാനം അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതുവരെ ഇങ്ങനെ ബുദ്ധിയുടെ തലത്തിൽ അങ്ങനെ കേൾക്കുന്ന അവസ്ഥയാണ്. ഇനി ശരി, ആ ജ്ഞാനം നമ്മൾ വ്യക്തമായിട്ട് ഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഈ ജ്ഞാനം വ്യക്തമായിട്ട് നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രയോജനം? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇങ്ങനെ ഒരു സംശയം വരാം. അപ്പൊ ആ സംശയത്തിനുള്ള മറുപടിയാണ്
അടുത്ത ശ്ലോകം മുതല് ഭഗവാൻ പറയുന്നത്. അപ്പൊ 35-ാമത്തെ ശ്ലോകം ചൊല്ലി. യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂത്യാന്യശേഷേണ ദൃശ്യസ്യാത്മന്യതോ മയി. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? യജ്ഞാത്വാ ന പുനർമോഹമേവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദൃക്ഷ്യസ്യാത്മന്യഥോമയി. അർജുനോട് പറയാണ്, പാണ്ഡവ, അർജുന, അറിയോ അർജുന, ഈ തത്വദർശികളെ തത്വം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞ ബ്രഹ്മനിഷ്ഠന്മാരിൽ നിന്ന് ഈ ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഒരിക്കലും ഞാൻ എന്റേത് എന്ന് എന്ന തരത്തിലുള്ള മമതാമോഹങ്ങളും നിനക്കുണ്ടാവില്ല എന്ന് പറയും. ഇപ്പൊ അർജുനൻ അതാണ് ബാധിച്ചിരിക്കുന്നത്. ഇവരൊക്കെ എന്റെ ആളുകളാണ്, അല്ലെ? ആ ഒരു മമത അർജുനനെ പിടികൂടി. അതുകൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാലുള്ള ഗുണമാണ്, മെച്ചം എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അർജുനോട് പറഞ്ഞു, തത്വദർശികളായ ബ്രഹ്മനിഷ്ഠന്മാരിൽ നിന്ന്, ജ്ഞാനികളിൽ നിന്ന് ഈ ജ്ഞാനം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്റെ ഉള്ളില് ഞാൻ എന്റേത് എന്ന് തുടങ്ങിയ മമത കൊണ്ടുണ്ടാവുന്ന മോഹം, ഭ്രമമൊന്നും ഉണ്ടാവില്ല നിനക്ക് എന്ന് പറയാം. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ എന്നുള്ള ബോധം ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം പറയേണ്ടത് എന്താണെന്നറിയാമോ? ഈ ജ്ഞാനം കാരണം, ആ ഗുരുവിൽ നിന്ന്, ആ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൽ നിന്ന് നേടാൻ സാധിച്ച ജ്ഞാനം കാരണം ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ച ഘടകങ്ങൾ മുഴുവൻ തന്നെ സ്വന്തം ആത്മാവിൽ നിനക്ക് കാണാൻ ഇടവരും എന്നാണ് പറയുന്നത്. മനസ്സിലായ? ഈ പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ നിനക്ക് സ്വന്തം ആത്മാവിൽ കാണാൻ പറ്റും. പിന്നെയോ അതിനുശേഷം എന്നിലും നിനക്ക് ഇതൊക്കെ കാണാൻ പറ്റും എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ദൃക്ഷ്യസ്യാത്മന്യഥോമയി. അപ്പൊ ഇവിടെ സത്യം, ജ്ഞാനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്? ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. പരമാത്മാവ് എന്ന് പറയുന്ന ആ സത്യം, ആ വസ്തു, അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് സച്ചിദാനന്ദ ഘനമാണ്. അത് മാത്രമേ ഉള്ളൂ. ഇതാണ് സത്യം. പലത് എന്ന് പറയുന്നത് സ്വല്പം പോലും ഇല്ല, അത് അസത്യമാണ്. പലതുണ്ടെന്നുള്ള തോന്നല് മാത്രമാണ്, അത് അസത്യമാണ്. അപ്പൊ ഉള്ള വസ്തു, സത്യമായിരിക്കുന്ന വസ്തു ഈ പരമാത്മാവ് മാത്രമാണ്. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ അറിവാണ് ജ്ഞാനം. അപ്പോ ഈ കാണുന്നതൊക്കെയോ നമ്മൾ പുറമെ സത്യമാണെന്ന് കരുതി പ്രപഞ്ചത്തിൽ കുറെ കാര്യങ്ങൾ, നമുക്ക് ചുറ്റും കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വസ്തുവിന്റെ തന്നെ രൂപഭേദങ്ങളാണ്, വ്യത്യസ്ത രൂപങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളതൊന്ന് മാത്രമാണ്, പക്ഷെ അതൊക്കെ ഇങ്ങനെ ഓരോ വേഷം കിട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ചുറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ബ്രഹ്മനിഷ്ഠന്റെ ഉപദേശം, അനുഗ്രഹം ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ സത്യാന്വേഷിക്കുക അല്ലെങ്കിൽ ജിജ്ഞാസുവിന് എന്ത് ചെയ്യാം? ആദ്യം യോഗം അഭ്യസിച്ച് സ്വന്തം ആത്മാവിൽ തന്നെ ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് പറയും. അതിന് ഗുരുവിന്റെ, ബ്രഹ്മനിഷ്ഠന്റെ ഉപദേശം വേണം, അനുഗ്രഹവും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സ്വന്തം ഈ സത്യം അവൻ തന്നിൽ തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റും. പിന്നെയോ, പിന്നെ മനസ്സിലാവുന്ന കാര്യം, പിന്നെ തിരിച്ചറിയുന്ന കാര്യം എന്താണെന്നറിയാമോ? തന്റെ ആത്മാവായി നിലനിൽക്കുന്ന, ആത്മാവായിരിക്കുന്ന ആ സത്യം തന്നെയാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അതേ ആത്മതത്വമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. ഇത് ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ഒരു ക്രമമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഉപദേശം കേട്ട് കഴിഞ്ഞാൽ, അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നിൽ തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റും. പിന്നെ ആ തന്റെ ആത്മാവായിരിക്കുന്ന സത്യം തന്നെയാണ്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ താൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ക്രമത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ കാണുന്നത് മുഴുവൻ ഞാൻ തന്നെയാണ്, എന്റെ ആത്മതത്വം തന്നെയാണ് പല രൂപങ്ങളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാന് എന്റേത് എന്നുള്ള ആ ഒരു മമത, ആ ഭ്രമത്തിന് യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ ഇതിന്റെ ക്രമം? യെസ്. പിന്നെ പിന്നെ ഞാനും എന്റേതിന് യാതൊരു പ്രാധാന്യമില്ല. കാരണം എന്താ? ഇവിടെ ഉള്ളത് ഒരു വസ്തു മാത്രമേ ഉള്ളൂ. ആ തിരിച്ചറിവിലേക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം സ്വന്തം ആത്മാവില് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാണാൻ സാധിക്കുന്നു. പിന്നെ തുടർന്ന് എന്നിലും കാണാൻ കഴിയും എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർജുനന്
ഇപ്പൊ കൃഷ്ണൻ പരമാത്മാവിന്റെ രൂപത്തിലാണ് ഈ ജ്ഞാനം ഉപദേശിക്കുന്നത്. അപ്പൊ പരമാത്മാവായ എന്നെ വേണ്ട പോലെ അർജുനൻ അറിയാൻ സാധിക്കണമെങ്കിൽ അർജുനൻ ആത്മസാക്ഷാത്കാരം നേടണം ആദ്യം. അർജുനൻ ആത്മസാക്ഷാത്കാരം നേടിയാൽ മാത്രമേ പരമാത്മാവെ എന്നെ വേണ്ട പോലെ അറിയാൻ പറ്റൂ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ, എന്നൊരു സൂചന അതിനകത്ത്. അപ്പൊ ഇവിടെ ഈ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ അർജുനന്റെ പ്രശ്നം എന്താണ്? യുദ്ധത്തില് എന്റെ ആളുകള് അല്ലെ, സ്വജനങ്ങള്, അവരെ എനിക്ക് കൊല്ലേണ്ടി വരുന്നു. ആ ഒരു ഭ്രമമാണ് അർജുനന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഈ ജ്ഞാനം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭ്രമം ഇല്ലാതെയാവും, എന്റെ ആളുകൾ എന്നുള്ളത് ആ തോന്നൽ ഇല്ലാതെയാവും. അതേപോലെ തന്നെ ഇനി അർജുനന് അടുത്ത സംശയം എന്താണ്? ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പാപമാണ് കിട്ടുക അല്ലെ, എനിക്ക് പാപം വന്നു ചേരും എന്ന് അർജുനൻ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഈ ജ്ഞാനം നേടാൻ സാധിച്ച ഈ ജ്ഞാനം പരിഹാരം ചെയ്യുമോ എന്നാണ് അല്ലെ. അത് കൊല്ലുന്നത് പാപമാണെന്ന് അർജുനന് തോന്നുന്നു. പക്ഷെ അർജുനന് നേടാൻ സാധിച്ച ഈ ജ്ഞാനം കൊണ്ട് ആ പാപത്തിന് പരിഹാരമാവോ? അതിന് ഉള്ള സംശയമാണ് ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 36-ാമത്തെ ശ്ലോകം. അപി ചേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വിജിനം സന്തരിഷ്യസി. 36-ാമത്തെ ശ്ലോകം. അപി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. സർവേഭ്യ പാപേഭ്യ അതിൽ പറയുന്നത് എന്താ പറയുമോ? അത് ശ്രദ്ധിച്ചു കേൾക്കണം. ലോകത്തുള്ള എല്ലാ പാപികളിലും വെച്ച് അർജുനോട് പറയണം, ഈ ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള പാപികളുണ്ടോ അവരെയൊക്കെ അപേക്ഷിച്ച് പാപകൃത്തമ അഭിചേതസി, അവരെക്കാൾ കൂടുതൽ പാപം ചെയ്തവനാണ് നീ എങ്കിൽ പോലും എന്ന് പറയാം അല്ലെ. അപ്പൊ ലോകത്ത് പാപികൾ ധാരാളമുണ്ട്, പാപം ചെയ്യുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ അവരെക്കാൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്തവനാണ് നീ എങ്കിലും എന്താണ് സംഭവിച്ചത്? സർവം വൃജിനം, ആ മുഴുവൻ പാപത്തെയും, ആ പാപം സമുദ്രമായിട്ട് നിന്നെ പിടികൂടിയിട്ടുണ്ടെങ്കിലും ആ പാപത്തെ മുഴുവനും ജ്ഞാനപ്ലവേന ഏവ, ജ്ഞാനമാകുന്ന തോണി കൊണ്ട് തന്നെ സന്തരിഷ്യസ് സമ്പൂർണമായി കടക്കാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ജ്ഞാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ട് എല്ലാവരും? അർജുനോട് ഭഗവാൻ പറയണം, അർജുന, ഈ ലോകത്തിലുള്ള എല്ലാ പാപികളിലും വെച്ച് ഏറ്റവും മഹാപാപിയാണ് നീ എങ്കിൽ പോലും, അങ്ങനെ പറയാം അല്ല, ഏറ്റവും കൂടുതൽ പാപം ചെയ്തവനാണ് നീ എങ്കിൽ പോലും ആ പാപത്തെ മുഴുവൻ നീക്കം ചെയ്യാൻ സാധിക്കും ഈ ജ്ഞാനം കൊണ്ട്. നീ ആ പാപസമുദ്രത്തിലാണ് നീ കിടക്കുന്നതെങ്കിൽ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് ആ പാപസമുദ്രത്തെ നിനക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന് പറയാണ് ഭഗവാൻ. അങ്ങനെ വൃജിനം സന്തരിഷ്യസി. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നതാണ് വസ്തു ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടില്ല. ആ ഒന്ന് എന്ന് പറയുന്നത് സനാതനമാണ്, എപ്പോഴും ഉള്ളതാണ്, നാശമില്ലാത്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് പുണ്യം എന്ത് പാപം? കാരണം ഇവിടെ പുണ്യം പാപമില്ല, രണ്ടില്ല, വസ്തു ഒന്നേ ഉള്ളൂ. പക്ഷേ ആ സത്യസാക്ഷാത്കാരം ഉണ്ടാവുന്നത് വരെ അല്ലെ, വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നത് വരെ ഞാൻ നീ എന്നുള്ള ആ ഭേദചിന്ത ഉണ്ടാവും. ആ ഭേദചിന്ത ഉള്ളിടത്തോളം കാലം അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയുടെ ഫലമായിട്ട് പുണ്യം പാപം എന്നുള്ള ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് അത്. അപ്പൊ ഈ ജ്ഞാനത്തില് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുണ്യപാപങ്ങളൊന്നും പ്രശ്നമല്ല. പക്ഷെ അതിലെത്തുന്നത് വരെ പുണ്യപാപ ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയാം. അപ്പൊ നേരെ വെച്ച് ജ്ഞാനം ഉണർന്നു വന്നു കഴിഞ്ഞാലോ, ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാലോ, സൂര്യൻ ഉദിച്ചാൽ എങ്ങനെയാണോ ഇരുട്ട് ഇല്ലാതാവുന്നത്, അതേപോലെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം നീങ്ങിപ്പോകും. അജ്ഞാനം നീങ്ങിപ്പോകുന്നതോടുകൂടി പാപം എന്നുള്ള ചിന്ത തന്നെ ഇല്ലാതാവുന്നതാണ്. അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ ജ്ഞാനത്തിനല്ലാതെ വേറൊന്നിനും സാധിക്കില്ല എന്നാണ്. അപ്പൊ ജ്ഞാനമാണ് പരിഹാരം എന്തിനും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പാപകർമ്മത്തെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തിനാണ് പാപകർമ്മത്തെ മാത്രം പറയുന്നത്? പാപകർമ്മം മാത്രമല്ല, എല്ലാ കർമ്മങ്ങളും ഇല്ലാതാവുന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനം ഉദിക്കുന്നതോടുകൂടി എല്ലാ കർമ്മങ്ങളും,
അപ്പോ അഗ്നിയിൽ എങ്ങനെയാണോ വിറക് എരിഞ്ഞ് ചാമ്പലാകുന്നത്, അതേപോലെ ജ്ഞാനം ഉദിച്ചു വരുന്നതോടുകൂടി എല്ലാ കർമ്മങ്ങളും അഗ്നിയിൽ വിറകിനെ പോലെ എരിഞ്ഞ് ചാമ്പലാകും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ. ഇതൊക്കെ ആ ജ്ഞാനത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 37-ാമത്തെ ശ്ലോകം ചൊല്ലുക. യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ശബ്ദം കേൾക്കുന്നില്ലേ? എന്റെ സൗണ്ട് കേൾക്കാലോ അല്ല? ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അർജുനോട് പറയണ ജ്ഞാനത്തിന്റെ മഹത്വം ഒന്നുകൂടി പറയാണ്. അല്ലയോ അർജുന, ഇപ്പോ കത്തിജ്വലിക്കുന്ന അഗ്നി എങ്ങനെയാണോ വിറകുകളെ എരിച്ച് ചാമ്പലാക്കുന്നത്, അതേപോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു, എരിച്ച് ചാമ്പലാക്കുന്നു എന്നാണ്. അപ്പൊ ജ്ഞാനത്തിൽ എല്ലാ കർമ്മവും അവസാനിക്കും എന്നാണ്. കർമ്മങ്ങൾ മുഴുവൻ ദഹിച്ച് ചാമ്പലാവും. അപ്പൊ ഇവിടെ കർമ്മങ്ങള് 3 തരത്തിൽ പറയാം. പുണ്യകർമ്മമുണ്ട്, പാപകർമ്മമുണ്ട്, ഇത് രണ്ടും കൂടി ചേർന്നത് മിശ്രകർമ്മം. ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളെ പറയാം. അപ്പോ പുണ്യവും പാപവും രണ്ടും ഉള്ളതാണ് മിശ്രകർമ്മം എന്ന് പറയുന്നത്. അല്ലെ, രണ്ടും കൂടി കൂടിക്കലർന്നാണ് മിശ്രകർമ്മം. ഒന്ന് പുണ്യം മാത്രമുള്ളത്, പിന്നെ ഒന്ന് പാപം മാത്രമുള്ളത്, പിന്നെ ഇത് രണ്ടും കൂടി ചേർന്ന് അങ്ങനെ 3 തരത്തിലുള്ള കർമ്മമാണ്. ഈ കർമ്മങ്ങളെ വേറൊരു രീതിയിലും തരംതിരിക്കാം. എങ്ങനെയാണ്? 3: പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി. ഇങ്ങനെയുണ്ട് അല്ലെ. എന്തൊക്കെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്? പ്രാരബ്ധം എന്ന് പറയുന്നത് ഇപ്പോ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനോ ഈ ഒരു ശരീരം ഉണ്ടായിരിക്കുന്നത്, ഈ ശരീരത്തിൽ നമ്മൾ വരാൻ കാരണം കുറച്ച് കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനാണോ ഈ തൽക്കാലത്തേക്കുള്ള ഈ ശരീരത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്, ആ കർമ്മത്തിനെ പ്രാരബ്ധ കർമ്മം എന്നാണ് പറയുക. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രാരബ്ധ കർമ്മം. ഏതാണ് സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ? സഞ്ചിത കർമ്മം മുൻജന്മങ്ങളിൽ, പൂർവ്വജന്മങ്ങളിലൊക്കെ സൂക്ഷ്മ ശരീരത്തില്, ഈ സ്ഥൂല ശരീരത്തില്, സൂക്ഷ്മ ശരീരത്തില് നമ്മള് കൂട്ടിവെച്ചിരിക്കുന്ന, സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന കർമ്മങ്ങളെയാണ് കർമ്മവാസനകൾ സഞ്ചിത കർമ്മം. ആൾറെഡി നമ്മളുടെ ഉള്ളിൽ എടുത്തു വെച്ച കുറെ സാധനങ്ങൾ, ചക്കുകെട്ടുകളുണ്ട്. അതാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ഇനി എന്താണ് ആഗാമി കർമ്മം എന്ന് പറയുന്നത്? ആഗാമി കർമ്മം എന്ന പ്രാരബ്ധ കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കുറെ കർമ്മങ്ങളുണ്ട്, അതാണ് പ്രാരബ്ധ കർമ്മം. അപ്പൊ ഈ ജന്മത്തില് പ്രാരബ്ധ കർമ്മം ചെയ്യുമ്പോൾ, പ്രാരബ്ധ കർമ്മം കൊണ്ട് ഇനി അടുത്ത ജന്മങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത കർമ്മങ്ങളിലേക്ക് സ്വരുക്കൂട്ടി വെക്കാവുന്ന, സഞ്ചയിക്കാവുന്ന കർമ്മവാസനകളാണ് ആഗാമി കർമ്മം. കാരണം ഇപ്പൊ പണിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള കർമ്മവാസനകളാണ് ആഗാമി കർമ്മം. അപ്പോ ഈ സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മളുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളും വാസനകളും മുഴുവൻ അടിഞ്ഞുകൂടി കിടക്കുന്നത്, സൂക്ഷ്മ ശരീരത്തിലാണ്. അപ്പോ ജ്ഞാനം ഉദിക്കുമ്പോ എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്നുള്ള ബോധം വരുമ്പോ, അത് വ്യക്തമാവുന്ന സമയത്ത് ഈ വാസനകൾ നിറഞ്ഞ സൂക്ഷ്മ ശരീരം ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. സൂക്ഷ്മ ശരീരത്തിലാണ് ഈ വാസനകൾ സഞ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ജ്ഞാനം നേടും തോറും ആ വാസനകൾ നിറഞ്ഞ സൂക്ഷ്മ ശരീരം ഇല്ലാതെയാവും. അതാണ് ജ്ഞാനാഗ്നി കൊണ്ട് സഞ്ചിത കർമ്മങ്ങളൊക്കെ ദഹിച്ചു പോകുമെന്ന് പറയാനുള്ള കാരണം അതാണ്. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഉള്ള ജന്മങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ സഞ്ചിത കർമ്മങ്ങൾ മുഴുവൻ ഭസ്മമാവും. കാരണം സൂക്ഷ്മ ശരീരം തന്നെ ഇല്ലാതാവും. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടില്ല എന്നുള്ള ഒരു ബോധമാണ്, അദ്വൈതം അല്ലെ. ഒന്ന് മാത്രമേ ഉള്ളൂ, ആ സത്യത്തിനെ കുറിച്ചുള്ള ബോധമാണ് ജ്ഞാനം. അപ്പൊ രണ്ടില്ല എന്നുള്ള ബോധം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മവാസന എവിടെ തങ്ങി നിൽക്കുക എന്നാണ് ചോദിക്കുന്നത്. പിന്നെ കർമ്മവാസനയ്ക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പൊ അതോടുകൂടി അത് പോകും. ഇനി വേറൊരു പ്രത്യേകത, ഈ സത്യത്തിനെ കുറിച്ചുള്ള അനുഭവം, ബോധാനുഭവം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ ആഗാമി കർമ്മങ്ങൾ, ഭാവി ജന്മങ്ങൾക്ക് അല്ലെങ്കിൽ ഭാവി കർമ്മങ്ങൾക്കായിട്ടുള്ള കർമ്മവാസന. അപ്പൊ ഈ സത്യാനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ആഗാമി കർമ്മം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പുതിയ കർമ്മങ്ങൾ, വലിയ വാസനകൾ ഉണ്ടാവില്ല.
അപ്പൊ ഇതാണ് ജ്ഞാനാഗ്നിയില് ആഗാമി കർമ്മദഹനം എന്ന് പറഞ്ഞാൽ. അപ്പൊ സഞ്ചിത കർമ്മവും ദഹിച്ചു പോന്നു, ആഗാമി കർമ്മവും ഇല്ലാതെയാവും. മനസ്സിലായോ? ജ്ഞാനോദയം ചെയ്തു കഴിഞ്ഞാൽ, സത്യബോധം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ. ഇനി അവശേഷിക്കുന്ന ഈ പ്രാരബ്ധ കർമ്മമാണ്. പ്രാരബ്ധം ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട ചില കർമ്മങ്ങളാണ്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മം, പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മം ചെയ്തു തീർക്കാനാണോ ഈ ഒരു തൽക്കാലത്തേക്ക് ശരീരത്തിൽ വന്നിരിക്കുന്നത്, അപ്പൊ ആ കർമ്മം ഈ ശരീരം കൊണ്ട് ചെയ്ത് അനുഭവിച്ച് തീരന്നെ വേണം എന്നാണ് പറയുന്നത്. അതില്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനിക്ക് ഈ ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും ഒരു ദോഷവും വരില്ല എന്നാണ്. മനസ്സിലായോ? അപ്പൊ പ്രാരബ്ധ കർമ്മം കൊണ്ടും ജ്ഞാനിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല എന്ന്. കാരണം ജ്ഞാനിയുടെ ശരീരം എന്ന് പറയുന്നത്, അതുകൊണ്ട് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും ജ്ഞാനിയുടെ അനുഭവം എന്താണ്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെ? എല്ലാം എന്നിലൂടെ എന്തൊക്കെയോ സംഭവിക്കണം. ഇതാണ് ജ്ഞാനിയുടെ അനുഭവം. അത് പല ഭാഗത്ത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രാരബ്ധ കർമ്മദഹനം. ജ്ഞാനിയുടെ പ്രാരബ്ധ കർമ്മദഹനം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഈ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല, ജ്ഞാനിയെ ബാധിക്കുന്നില്ല. അപ്പൊ പുണ്യം പാപം മിശ്രം എന്ന കർമ്മങ്ങളൊക്കെ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഒതുങ്ങുന്നുണ്ട്. അല്ലെ? പ്രാരബ്ധത്തിലും സഞ്ചിതത്തിലും ആഗാമി കർമ്മത്തിലും ഒതുങ്ങുന്നതാണ്. അതുകൊണ്ട് പിന്നെ അത് വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പോ ആ ആത്മസാക്ഷാത്കാരത്തില്, പരമാത്മ സാക്ഷാത്കാരത്തില് അവസാനം പുണ്യവാസന പോലും അതിനൊരു തടസ്സമാവും എന്നാണ് പറയുന്നത്. അപ്പോ പുണ്യകർമ്മങ്ങൾ, ആ കർമ്മവാസനകൾ ജ്ഞാനാഗ്നിയില് എരിച്ച് ചാമ്പലാവണം, കത്തിജ്വലിക്കണം എന്നാണ് പറയുന്നത്. ഭസ്മമായി പോണം. അതുകൊണ്ടാണ് ജ്ഞാനാഗ്നിയിൽ സർവകർമ്മങ്ങളും ദഹിക്കപ്പെടും എന്ന് പറയാനുള്ള കാരണമാണ്. ജ്ഞാനാദിയില് എല്ലാ കർമ്മങ്ങളും, അത് പുണ്യകർമ്മമായാലും ശരി, പാപകർമ്മമായാലും ശരി, മിശ്രകർമ്മമായാലും ശരി, എല്ലാ കർമ്മങ്ങളും അതിനകത്ത് ഇല്ലാതെയാകും. അപ്പൊ ഈ സർവകർമ്മദഹനം, എല്ലാ കർമ്മവാസനകളുടെയും ഭസ്മീകരിക്കല് ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ജ്ഞാനത്തിന് മാത്രമേ അതിന് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ജ്ഞാനം നേടാനായിട്ട് പ്രയത്നിക്കാൻ അർജുനനെ പ്രേരിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ അതാണ് അർജുനനോട് പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഇനിയുള്ളത് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്കിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കുക. ഓം സം സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനി വഹ
സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ